സോ ഇൻസോൾവൻസി ലോ എന്ന് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻസോൾവൻസി അക്കൗണ്ട് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇൻസോൾവൻസി അക്കൗണ്ടിനകത്ത് മെയിനായിട്ട് അതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ പഠിക്കണം. ക്ലിയർ ആണോ? ഇൻസോൾവൻസി അക്കൗണ്ട്സിൽ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഫോർമാറ്റാണ് ഡീൽ ചെയ്യുന്നത്. Under the Presidency Towns Insolvency Act, insolvent has to submit following documents to the court of law. അതായത് ഇവിടെ നമ്മൾ ഇൻസോൾവൻസിയുടെ കേസിൽ ഇതുമായി അഫക്റ്റ് ചെയ്യുന്നൊരു ലോ എന്ന് പറയുന്നത് പ്രസിഡൻസി ടൗൺ ഇൻസോൾവൻസി ആക്റ്റാണ്. അപ്പോൾ അത് പ്രകാരം ഇവിടെ നമ്മളെന്താണ് കോർട്ടിൽ നമ്മൾ 2 ഡോക്യുമെൻറ്റ്സുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. വൺ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഓർഡർ, രണ്ടാമത്തെ ഡെഫിഷ്യൻസി അക്കൗണ്ട്. ക്ലിയർ ആണോ? അതായത് ഇൻസോൾവൻസി അക്കൗണ്ട്സിൻ്റെ പ്രകാരം കോർട്ട് ഓഫ് ലോയിൽ നമ്മൾ 2 ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൺ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഓർഡർ, ഡെഫിഷ്യൻസി അക്കൗണ്ടാണ്. ഓക്കെ, ഡെഫിഷ്യൻസി അക്കൗണ്ട്, ഇങ്ങനെ 2 ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത് നോ പ്രൊവിഷൻ ഫോർ ദ സബ്മിഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ അണ്ടർ ദ Provincial Insolvency Act and the form of statement of affair as prescribed by the rule made by under the Presidency Towns Act is given below. അപ്പം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സബ്മിഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അണ്ടർ പ്രൊവിഷൻസ് ഇൻസോൾവൻസി ആക്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ റൂൾ മെയ്ഡ് അണ്ടർ ദ പ്രസിഡൻസ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നൊരു റൂൾ, ഇപ്പം നമ്മൾ നോക്കി നോക്കൂ, ട്രേഡിംഗ് ആൻഡ് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ഇത് ഫോളോ ചെയ്യേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഫോർമാറ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു അക്കൗണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്താണെന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ കേസിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫോർമാറ്റ് പ്രകാരം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഒരു ഇൻസോൾവൻസി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചോളൂ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഹാസ് റിക്വയർഡ് ബൈ ദി ഇന്ത്യൻ ഇൻസോൾവൻസി ആക്ട് ഇൻ ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇൻ ഇൻസോൾവൻസി ടു ദ ഇൻസോൾവൻറ്റ് യു ആർ ഇത് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഇത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ടു ദ ഇൻസോൾവൻറ്റ് യു ആർ റിക്വയർഡ് ടു ഫിൽ അപ്പ് കെയർഫുള്ളി ആൻഡ് അക്യുറേറ്റ്ലി ദിസ് ഷീറ്റ് ആൻഡ് ദ സെവറൽ ഷീറ്റ്സ് A, B, C, D, E, F, G and H showing the state of your affairs on the day on which the order of adjudication was made against you with the day of anything 2020 or 80 or 23 or present, ഇപ്പം 23 ആണല്ലോ, ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. And such sheets when filled up with constitute your schedule and must be verified by oath or declaration. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഫോർമാറ്റ് പ്രകാരം ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, ഗ്രോസ് ലയബിലിറ്റീസ് ആണ്. ഫസ്റ്റ് കോളത്തിൽ ഗ്രോസ് ലയബിലിറ്റീസ്, രണ്ടാമത്തെ ലയബിലിറ്റീസ് ആസ് സ്റ്റേറ്റഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ബൈ ദ ഡെപ്റ്റർ. ഇനി എക്സ്പെക്റ്റഡ് ടു റാങ്ക് ആൻഡ് അസറ്റ്സ് ആസ് സ്റ്റേറ്റഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ബൈ ദ ഡെപ്റ്റേഴ്സ് എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ്. ഇങ്ങനെ 4 കോളംസ് ആണ്. അതിൽ ലയബിലിറ്റി കോളം നിങ്ങൾ നോക്കി നോക്കൂ. ലയബിലിറ്റി കോളത്തിനകത്ത് ഇതിൽ ലയബിലിറ്റീസിൻ്റെ അക്കൗണ്ട് നോക്കി നോക്കൂ. ലയബിലിറ്റീസ് അക്കൗണ്ടിനകത്ത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെവറൽ ഷീറ്റ്സ് A, B, C, D, E, F, G and H showing the state of your affairs on the day on which order of adjudication was made against you. ഓക്കെ, അപ്പോൾ അതിനകത്ത് A, B, C, D, E, F, G, H ഉണ്ട് പറഞ്ഞു. ആ ലിസ്റ്റുകളിൽ ഓരോന്നും എന്തൊക്കെയാണ് പെടുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ ശ്രദ്ധിച്ചോ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ, ഫുൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി, ലെസ് അതിൽ നിന്ന് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് ലെസ് എമൗണ്ട് ദർ ഓഫ് ക്യാരിഡ് ടു ലിസ്റ്റ് സി, ബാലൻസ് ദർ ഓഫ് കോൺട്രാ പാർഷ്യലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി, അതിൽ നിന്ന് ലെസ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി, ക്രെഡിറ്റേഴ്സ് ഫോർ റെൻറ്റ്, ടാക്സ്, സാലറി ആൻഡ് വേജസ് എക്സെട്ര പേയബിൾ എസ് ഫുൾ ആസ് പെർ കോൺട്രാ. അതായത് ഇവിടെ നമ്മൾക്ക് ഇതിപ്പോൾ പ്രോബ്ലം തരുന്ന സമയത്ത് ക്ലിയർ ആവും, ഓരോ ലിസ്റ്റിലുള്ള ഓരോ എൻട്രീസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് അക്കോർഡിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഓക്കെ, അത്രയേ ഉള്ളൂ.
ഇനി അടുത്തത് അപ്പോൾ ലയബിലിറ്റീസിൻ്റെ സൈഡ് ഓക്കെ ആണോ? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ, ഫുൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി. അതിൽ നിന്ന് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് കുറയ്ക്കുക. ലെസ് എമൗണ്ട് ദെയർ ഓഫ് ക്യാരിഡ് ടു ലിസ്റ്റ് സി, ബാലൻസ് ദെയർ കോൺട്രാ ആൻഡ് പാർഷ്യലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി, ലെസ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനകത്ത് ക്രെഡിറ്റേഴ്സ് ഫോർ റെൻറ്റ്, ടാക്സ്, സാലറീസ് ആൻഡ് വേജസ് എക്സെട്ര ആർ പേയബിൾ ടു ഫുൾ ആസ് എ കോൺട്രാക്ട്. കഴിഞ്ഞു. ഇനി അടുത്തത് അസറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ അസറ്റ് സൈഡ് ആസ് സ്റ്റേറ്റഡ് ആസ് എസ്റ്റിമേറ്റഡ് ബൈ ദ ഡെപ്റ്റേഴ്സ്. ഓക്കെ, നോക്കിക്കോളൂ. പ്രോപ്പർലി ആസ് പെർ ലിസ്റ്റ് ഇ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, cash deposited with solicitor for cost of petition, stock in trade, machinery, trade, fixtures, fitting, utensils etc. and furniture. പിന്നെ LIC, ലൈഫ് ഇൻഷുറൻസ് പോളിസീസുകൾ, അതർ പ്രോപ്പർട്ടി. ഓക്കെ, അതായത് പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ഈ പ്രകാരം നമ്മൾ നേരത്തെ പഠിച്ചതിൽ പറഞ്ഞു ആകെ നമുക്ക് ടോട്ടൽ എത്ര ലിസ്റ്റാണുള്ളത്, എത്ര ഷീറ്റുകളാണുള്ളത്, എച്ച് വരെ അല്ലേ, ABCDEFGH വരെയുള്ള ഷീറ്റുകളുണ്ട്. അപ്പം നമ്മൾ ലയബിലിറ്റി സൈഡ് നിങ്ങൾ ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. ഇപ്പം ലയബിലിറ്റി സൈഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ 4 ഷീറ്റുള്ളത് എയും ബിയും സിയും ഡിയുമാണ് ഉള്ളത്. ഇനി നമ്മൾ അസറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ അസറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യണത് ഏതാണ്? ഇയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി ആസ് പെർ ഇ പ്രകാരം ഏതൊക്കെയാണ് വരിക? ഇയിൽ ഏതൊക്കെയാണ് പെടുന്നത്? ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് സോളിസിറ്റർ ഫോർ കോസ്റ്റ് ഓഫ് പെറ്റീഷൻ, stock in trade, machinery, trade, fixture, fitting, utensils etc., furniture and LIC and other property. എത്രയാണ് നമ്മൾ ലിസ്റ്റ് ഈ പ്രകാരം വരുന്നത്. ഇനി ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് ഇനി നമുക്ക് ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? എഫും ജിയും എച്ചും അല്ലേ. ഇനി ബുക്ക് ഡെപ്റ്റ്സ് ആസ് പെർ ലിസ്റ്റ് എഫ്, അതിനകത്ത് ഗുഡ്, ഡൗട്ട്ഫുൾ, ബാഡ് ഡെപ്റ്റ്, എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ സിമിലർ, സെക്യൂരിറ്റീസ് ഓൺ ഹാൻഡ് ആസ് പെർ ലിസ്റ്റ് ജി. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ലാസ്റ്റ് പറഞ്ഞതിനകത്ത് ബുക്ക് ഡെപ്റ്റ് ആസ് പെർ ലിസ്റ്റ് എഫ്, ഗുഡ് ഡെപ്റ്റ് ആവാം അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ, ബാഡ് ഡെപ്റ്റ്, എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ സിമിലർ, സെക്യൂരിറ്റീസ് ഓൺ ഹാൻഡ് ആസ് പെർ ലിസ്റ്റ് ജി. ഓക്കെ, ഇനി എച്ച് പ്രകാരം എന്താ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചിൽ ഏതൊക്കെയാണ് പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഫുള്ളി സെക്യൂർഡ് ആൻഡ് ഡിഡക്റ്റ് ക്രെഡിറ്റേഴ്സ് ഫോർ പ്രിഫറൻഷ്യൽ റെൻറ്റ്, റൈറ്റ്, ടാക്സ്, വേജസ്. നേരത്തെ ഡെപ്റ്റേഴ്സിൻ്റെ കേസ് നമ്മൾ എഴുതിയ പോലെ ഇവിടെ ക്രെഡിറ്റേഴ്സിൽ നിന്നാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആസ് പെർ എച്ച് ആണ്. അപ്പോൾ എച്ച് പ്രകാരം ഇതിൽ ഏതൊക്കെയാണ് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസ് ഇൻ ഹാൻഡ്സ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഫുള്ളി സെക്യൂർഡ്, ഡിഡക്റ്റ് ക്രെഡിറ്റേഴ്സ് ഫോർ പ്രിഫറൻഷ്യൽ റെൻറ്റ്, റൈറ്റ്, ടാക്സ്, വേജ് എക്സെട്ര, ഡെഫിഷ്യൻസി ആസ് പെർ എക്സ്പ്ലെയിൻഡ് ഇൻ ലിസ്റ്റ് എച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മളിപ്പോൾ ഇതൊരു ഫോർമാറ്റാണ് അല്ലേ. ഇപ്പം നമ്മളൊരു ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആളുടെ കേസിൽ എഴുതുന്ന ഒരു ഫോർമാറ്റാണ്. അതിനകത്ത് അടിയിൽ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം? ഐ ഓർ വി. ഇപ്പം ഒരാളുടെ കമ്പനി ആണെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ, അല്ലാതെ നമ്മളെല്ലാവരും കൂടി ഒരു 2-3 പേര് ചേർന്ന് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ വി ജസ്റ്റ് മെൻഷൻ ദ വി. Okay, അപ്പോൾ I or we make oath solemnly affirm and say that the above statement and the several list here annexed marked A, B, C, D, E, F, G and H are to be the best of my or our knowledge and belief, a full and complete of my or our affairs on the date of above mentioned order or adjudication made against me or us, affirmed at this day of something എന്താണോ ഓഫ് sworn before me. ഓക്കെ, അത് ആഡ് ചെയ്യുന്നു. സിഗ്നേച്ചർ കമ്മീഷണർ. ജസ്റ്റ് ലൈക്ക് ബാലൻസ് ഷീറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ഡിവൈഡഡ് ഇൻറ്റു 2. ഇതോടുകൂടി ആ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു കേസ് കഴിഞ്ഞു, ആ ഒരു അക്കൗണ്ട് തീർന്നു നമ്മളെ. ഓക്കെ, ഇൻസോൾവെൻ്റ് അക്കൗണ്ട്. ഇനി ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് ഡിവൈഡ് ഇൻറ്റു 2 പാർട്സ്, ദാറ്റ് ഈസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഇപ്പം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിനെ പറയുക? ഇറ്റ് ഈസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ഇസ് ജസ്റ്റ് ഡിവൈഡഡ് ഇൻറ്റു 2, ദാറ്റ് ഈസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഓഫ് ദ ഇൻസോൾവെൻ്റ് ആർ ക്ലാസിഫൈഡ് ആസ്. ഇനി ഇപ്പം നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസിന് നമ്മൾ 2ആയി തരംതിരിച്ചു. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഏതൊക്കെയായിരുന്നു? അസറ്റും ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ലയബിലിറ്റീസിനെ
ഓക്കെ, ലയബിലിറ്റീസും അസറ്റ്സിൽ ലയബിലിറ്റീസ് ഓഫ് ദ ഇൻസോൾവെൻ്റ് ആർ ക്ലാസിഫൈഡ് ആസ് ഏതൊക്കെയാണ്? ലയബിലിറ്റീസ് ഓഫ് ഇൻസോൾവെൻ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഏതൊക്കെയാണ്? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ. ഓക്കെ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ, ലോൺ ഫ്രം വൈഫ് ആൻഡ് ഇൻട്രസ്റ്റ്. ഈ മൂന്നെണ്ണമാണ്. അതിൽ ഒന്നാമത്തെ അപ്പോൾ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ ആൻഡ് ലോൺ ഫ്രം വൈഫ്, ഇൻട്രസ്റ്റ്. ഈ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെയാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ എന്ന് പറയുന്നതാണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ പ്രകാരം ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഓർണമെൻറ്റ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം നമുക്ക് മാരേജിൻ്റെ സമയത്ത് സ്ത്രീധനമൊക്കെ കിട്ടുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഇതിൽ ആഡ് ഓൺ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഓർണമെൻറ്റ്സുകളോ പേഴ്സണൽ ബിലോങ്ങിങ്സ് ലേഡീസിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ബിൽസ് പേയബിൾ, ബാങ്ക് ഒ ഡി, പാർട്ട്ലി പെയ്ഡ്, ഷെയർ ഹെൽഡ്, അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട്സ്, പിന്നെ ഇതിനകത്ത് ഇത്ര തന്നെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഡൗറി എന്ന് മെൻഷൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓർണമെൻറ്റ്സ് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ത്രീധനം കിട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ചിലപ്പോൾ ലാൻഡോ ക്യാഷോ കാറോ ഒക്കെ കിട്ടും. പക്ഷേ നമുക്കിവിടെ ഓർണമെൻറ്റ്സ് കിട്ടിയത് മാത്രമേ സ്ത്രീധനത്തിന് അത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. സോറി, അപ്പോൾ അത് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ പ്രകാരം ഈ ഓർണമെൻറ്റ്സ്, ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ട്രേഡ് ക്രെഡിറ്റേഴ്സ്, പിന്നെ നമ്മുടെ ഈ ഓർണമെൻറ്റ്സ്, പേഴ്സണൽ ബിലോങ്ങിങ്സ്, പിന്നെ എന്തെങ്കിലും ബിൽസ് പേയബിൾ, ബാങ്ക് ഒ ഡി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പാർട്ട്ലി പെയ്ഡ് ഷെയർസ്, അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് ഗ്യാരണ്ടീഡ് ഗിവൺ ഫോർ ദ അതേഴ്സ്, പേജസ്, റെൻറ്റ്, സാലറീസ് എക്സെട്ര. ക്ലിയർ ആണോ? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ നെക്സ്റ്റ് ടേം അല്ലെങ്കിൽ നെക്സ്റ്റ് ആണ് ലോൺ ഫ്രം വൈഫ് എന്ന് പറയുന്നതാണ്. ലോൺ ഫ്രം വൈഫ് എന്താ? ഈ ലോൺ ഫ്രം വൈഫ്, ലോൺ ടേക്കൺ ഫ്രം വൈഫ് ഈസ് യൂഷ്വലി ട്രീറ്റഡ് ലൈക്ക് എനി അതർ ലോൺ ടേക്കൺ ആസ് മേക്ക് വൈഫ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ ഇൻസോൾവെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സായിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വൽസാണ്. അവിടെ നമ്മൾ ഹസ്ബൻഡ് വൈഫ് എന്നുള്ളൊരു കൺസിഡറേഷനൊന്നുമില്ല. അവർ രണ്ടുപേരും 2 വ്യക്തികളാണ്. ഓക്കെ, അപ്പം ഞാൻ അല്ലെങ്കിൽ വൈഫിൻ്റെ നിന്ന് നമ്മൾ ലോൺ എടുത്താലും അത് ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള പേഴ്സണിനെ സംബന്ധിച്ച് അതൊരു ലോൺ തന്നെയാണ്. വൈഫിൻ്റെ ലോണല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തള്ളാനൊന്നും പറ്റില്ല. ക്ലിയർ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോൺ ഫ്രം wife. Loan taken from wife is usually treated like any other loan taken and may make wife creditor of the insolvent, and in case it is provided that loan is paid by wife out of amount received from insolvent, then be treated as a capital of the insolvent. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ഫാമിലിയിൽ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫാമിലി അല്ല, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യും, കൺസിഡറേഷൻ എന്നുള്ളൊരു നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ആസ് പെർ ലോ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരം എങ്ങനെയാണ്, ഇൻഡിവിജ്വൽസ് ആണ് എല്ലാവരും. ഓക്കെ, നമുക്കിവിടെ കൺസിഡറേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അടുത്തൊരു ടേമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇൻട്രസ്റ്റിനകത്ത് അറ്റ് 6% ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ടു ദ ക്രെഡിറ്റേഴ്സ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് അഡ്ജുഡിക്കേഷൻ. ദർ ഈസ് സഫീഷ്യൻറ്റ് ബാലൻസ് ലെഫ്റ്റ് ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. ഓക്കെ, നോർമൽ ഗതിയിൽ നമ്മൾ ഓൾറെഡി 6% നേരത്തെ ഫസ്റ്റത്തെ ചാപ്റ്റർ പഠിച്ച സമയത്ത് 6% ആണ് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിലായിരുന്നു? റോയൽറ്റി അക്കൗണ്ട്സ് പഠിച്ച സമയത്ത് നമ്മൾ റോയൽറ്റി അക്കൗണ്ട്സിൽ ഇൻട്രസ്റ്റിൻ്റെ കേസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് 6% ആണ് മിനിമം കേസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻസോൾവൻസി എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എന്താണ് ലയബിലിറ്റീസ് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അഗെയിൻ അതിനകത്ത് വരുന്ന ഒരു ടേമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് 6% ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ടു ദ ക്രെഡിറ്റേഴ്സ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് അഡ്ജുഡിക്കേഷൻ. ഓക്കെ, അത് ഒത്തിരി ഒക്കെയാണോ? ഇനി അടുത്ത ടേമാണ്
ഫുള്ളി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മളിപ്പം ഇതിനകത്ത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ABCDEFG അങ്ങനെ കുറേ ലിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ ലിസ്റ്റിൻ്റെ കേസിലും ഇപ്പോൾ ഫസ്റ്റത്തെ ലിസ്റ്റിൻ്റെ കേസാണ് നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ പഠിച്ചില്ലേ നമ്മൾ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ, അതിൻ്റെ കേസാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിലേതൊക്കെയാണ് വരിക? അതാണ് ഈ സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ, ഓർണമെൻറ്റ്സ് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞാൽ ഇതിൽ പെടുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് എ പ്രകാരമാണ്. അത് മാത്രമാണോ പെടുക? ബിൽസ് പേയബിളും ഓവർ ഡ്രാഫ്റ്റും ക്രെഡിറ്റേഴ്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സും ഒക്കെ അതിനകത്ത് പെടും. ലോൺ ഫ്രം വൈഫ്, ഇൻട്രസ്റ്റ്, അത് അങ്ങനത്തെ കേസസ് അതിനകത്ത് പെടുന്നതാണ്. ഇനി അടുത്താണ് ഫുള്ളി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി പ്രകാരം ഫുള്ളി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ക്രെഡിറ്റേഴ്സ് ഹൂ ഹാവ് സഫീഷ്യൻറ്റ് സെക്യൂരിറ്റീസ് അഗെയിൻസ്റ്റ് ദെയർ ക്ലൈം will be included in this list, and after paying the creditors, balance amount will be shown as a side of the statement of affairs as available balance to distribute among the other creditors. അതായത് ക്ലെയിംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് നമുക്കുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വരുന്നത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ ഇതിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കടങ്ങളൊക്കെ അടച്ച് ബാക്കിയുള്ള എന്ത് ചെയ്യും? നമ്മുടെ അസറ്റ് അല്ലേ, അപ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കില്ലേ. അതേപോലെ തന്നെ എന്താണെന്ന് പറയുന്നത്? ക്രെഡിറ്റേഴ്സ് ഹു ഹാവ് സഫീഷ്യൻറ്റ് സെക്യൂരിറ്റീസ് അഗെയിൻസ്റ്റ് ദെയർ ക്ലൈം will be included in this list, and after paying the creditors, balance amount will be shown on the asset side of the statement of affairs as available balances to distribute among the other creditors. Clear? അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ടേമാണ് അപ്പോൾ ഈ ഫുള്ളി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ഒരു ടേമാണ് അടുത്തൊരു പാർട്ട്ലി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി ആണ്. പാർട്ട്ലി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ്. അൺപെയ്ഡ് ഓർ അൺസാറ്റിസ്ഫൈഡ് എമൗണ്ട് ഓഫ് പാർട്ട്ലി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വിൽ ബി ഷോൺ എക്സ്പെക്റ്റഡ് ടു റാങ്ക് കോളം ആസ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ടു ബി ഡിവൈഡ് ഫോർ അൺപെയ്ഡ് എമൗണ്ട്. ഇത് നോർമലി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി പ്രകാരം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ. അടുത്തത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി പ്രകാരമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് എവിടെയെന്നൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഒരു ടേമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി പ്രകാരം എന്താണ്? ഫോളോയിങ് ക്രെഡിറ്റേഴ്സ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് and such creditors get preference over the unsecured creditors. Okay, അപ്പോൾ ഇവിടെ preferential എന്ന് പറയുമ്പോൾ തന്നെ they are getting some preferential rights. Okay, so following creditors come under the category of preferential creditors, and such creditors get a preference over some unsecured creditors. As per the law, following creditors come under the category of preferential creditors: government and local authority. ഏതൊക്കെയാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്സിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റി. Salary and wages for the service rendered for 4 months preceding the date of presentation of the insolvency petition. Under Presidency Towns Insolvency Act, 1 month rent comes under the category of preferential creditors, but rent is not at all comes under the preferential creditors category as per Provincial Insolvency Act. The assets are shown in the statement of affairs of insolvency is classified into 4 categories. അപ്പോൾ ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി പ്രകാരം ഫോളോയിങ് ക്രെഡിറ്റേഴ്സ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. എന്തൊക്കെയാണ്? ഒന്ന് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെൻറ്റും ലോക്കൽ അതോറിറ്റീസുകൾ. പിന്നെ സാലറി ആൻഡ് വേജസ് ഫോർ ദ സർവീസ് റെൻറ്റഡ് ഫോർ 4 months പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻസോൾവൻസി പെറ്റീഷൻ. അടുത്തത് അണ്ടർ പ്രസിഡൻസി ടൗൺസ് ഇൻസോൾവൻസി ആക്ട്, 1 month rent come under the category of preferential creditors, but rent is not at all come under the preferential creditors category as per Provincial Insolvency Act. Okay, ഇനി ഇവിടെ അസറ്റ്സ് ആസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ 4 കാറ്റഗറീസ് ആണ്. ഒന്ന് പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ഇ, പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് എഫ്, പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ജി, ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച്. മനസ്സിലായോ? ഒന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ 4 കാറ്റഗറീസാണ് മെയിനായിട്ട് വരുന്നത്.
ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് 4 കാറ്റഗറീസാണ് വരുന്നത്. ഒന്ന് പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ഇ, പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് എഫും പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ജിയും ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ചും. ഈ പ്രകാരം പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ഇ പ്രകാരം അതർ ദാൻ ദ ബിൽ റിസീവബിൾ ഇൻ ദ ഹാൻഡ് ആൻഡ് ദ അസറ്റ് ആസ് കെപ്റ്റ് ബൈ ദ ക്രെഡിറ്റേഴ്സ് ആസ് ഫുള്ളി ആൻഡ് പാർട്ട്ലി സെക്യൂർഡ് ഡെപ്റ്റ് ആർ കം അണ്ടർ ദിസ് ലിസ്റ്റ്. ഓക്കെ, other than the bills receivable in the hand and asset as kept by the creditors as fully and partly secured debtors are come under the list. ഇനി പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് എഫ് പ്രകാരം ഫോളോയിങ് ആർ ദ 3 കാറ്റഗറി ഓഫ് ഡെപ്റ്റ്സ്. ഗുഡ് ഡെപ്റ്റ്സും ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സും ബാഡ് ഡെപ്റ്റ്സുകളും. ഓക്കെ, അതാണ് 3 എണ്ണം എഫ് പ്രകാരം വരുന്നത്. അടുത്ത അസറ്റ് ആസ് പെർ ലിസ്റ്റ് ജി പ്രകാരം, അസറ്റ് ആസ് പെർ ലിസ്റ്റ് ജി പ്രകാരം ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അതർ സിമിലർ സെക്യൂരിറ്റീസ് കം അണ്ടർ ദിസ് ലിസ്റ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അതർ സിമിലർ സെക്യൂരിറ്റീസ് കം അണ്ടർ ദ ലിസ്റ്റ് ജി പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ചും അതിനോടനുബന്ധിച്ചിട്ടുള്ള സെക്യൂരിറ്റീസുമാണ് വരുന്നത്. അടുത്ത ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച്. ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച് പ്രകാരം ആസ് നെയിം സജസ്റ്റ് ഡെഫിഷ്യൻസി അക്കൗണ്ട് മീൻസ് ദ ഡെഫിഷ്യൻസി വിച്ച് ഇൻസോൾവെൻറ്റ് ഡെപ്റ്റർ ഈസ് നോട്ട് ഏബിൾ ടു പേ. ഡെഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറവുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അവിടെ പേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡെഫിഷ്യൻസിയാണ് അവിടെ. അതായത് വിച്ച് ദ ഇൻസോൾവെൻറ്റ് ഡെപ്റ്റർ ഈസ് നോട്ട് ഏബിൾ ടു പേ. ക്ലിയർ? അത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഒന്നാമത്തെയാണ് ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻസോൾവെൻറ്റ് no distinction will be made between the private asset and the business asset while preparing a statement of affairs. Personal assets are included in the statement of affairs to pay the business liabilities. In case of partnership firm, after paying the personal liabilities from the personal assets of the partner, surplus if any may be included in the statement of affairs of partner firm to pay the business liabilities. Value exceeding 300 of tools, wearing apparel, bedding, cooking utensils, etc. will be included in the statement of affairs under the Presidency Towns Insolvency Act, and asset as pledged against secured and partly secured creditors may be shown in the statement of affairs only if become surplus after paying the fully and partly paid creditors. Fully secured assets are not shown in the expected to rank column, and partly secured assets after paying partly secured debtors will be shown in the column of expected to rank. And final point is the bill discounted to be dishonored are included in the unsecured creditors as per the list A. ക്ലിയർ ആണോ? അതായത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പ്രിപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻസോൾവെൻറ്റ് no distinction will be made between the private asset and the business asset. ഓക്കെ, ഇൻഡിവിജ്വൽ ഇൻസോൾവെൻ്റ് കേസിൽ നമ്മൾ പ്രൈവറ്റ് അസറ്റും ബിസിനസ് അസറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല വൈ പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇനി പേഴ്സണൽ അസറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ടു പേ ദ ബിസിനസ് ലയബിലിറ്റീസ്. ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ആഫ്റ്റർ പേയിങ് പേഴ്സണൽ ലയബിലിറ്റീസ് ഫ്രം ദ പേഴ്സണൽ അസറ്റ് ഓഫ് ദ പാർട്ട്ണർ, surplus if any may be included in the statement of affairs of partnership firm to pay the business liabilities. അടുത്തത് വാല്യൂ എക്സീഡിങ് 300 of tools, wearing apparel, bedding, cooking utensils, etc. will be included in the statement of affairs under the Presidency Towns Act, and assets as pledged against secured and partly secured creditors may be shown in the statement of affairs only, and if becomes surplus after paying the fully and partly secured creditors. And fully secured credit assets are not shown in the expected to rank column. Expected to rank columnത്തിനകത്ത് fully secured creditorsകൾ നമ്മൾ കാണിക്കാറില്ല. And partly secured asset after paying the partly secured debt will be shown in the column of expected to rank.
Okay, and the bill discounted to be dishonored are to be included in the unsecured creditors as per list A. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനകത്ത് വരുന്ന മെയിനായിട്ടുള്ളതാണ് ഇതൊക്കെ. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച്. ഓക്കെ, ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച്. നമ്മൾ ടോട്ടൽ ഇവിടെ എച്ച് വരെയുള്ള അക്കൗണ്ട്സുകളാണ് വരുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റ് എച്ച് വരെയുള്ള ലിസ്റ്റുകളാണ് വരുന്നത്. അതിനകത്ത് ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച് പ്രകാരം സ്പെസിമെൻ ഓഫ് ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച്. ഒരു ഡെഫിഷ്യൻസി അക്കൗണ്ടിൻ്റെ ഒരു ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചത്? മീൻസ് ഡെഫിഷ്യൻസി ആണ്, കൊടുക്കാനില്ല, ഇൻസോൾവൻസി അല്ലെങ്കിൽ ആ പേഴ്സണിന് കൊടുക്കാൻ ഇനി ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച് പ്രകാരം സ്പെസിമെൻ ഓഫ് ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച് പ്രകാരം എന്താ പറയുന്നത്, രണ്ട് അക്കൗണ്ട്സുകളുള്ള ഡെബിറ്റ് സൈഡിൽ എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റിനേക്കാളും എക്സസ് വരുന്ന അസറ്റാണ് കാണിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് യൂഷ്വൽ ട്രേഡ് എക്സ്പെൻസസ്, ഇൻകം ഓർ പ്രോഫിറ്റ് ഫ്രം ദി അതർ സോഴ്സ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എക്സസ് ഓഫ് പ്രൈവറ്റ് അസറ്റ് ഓവർ പ്രൈവറ്റ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഓഫ് എനി അസറ്റ് ഡെഫിഷ്യൻസി ആസ് പെർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അതായത് എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഓൺ. ഓക്കെ, പിന്നെ അടുത്ത നെറ്റ് പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ക്യാരിയിങ് ഓൺ ബിസിനസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് യൂഷ്വൽ ട്രേഡ് എക്സ്പെൻസസ്, ഇൻകം ഓർ പ്രോഫിറ്റ് ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എക്സസ് ഓഫ് പ്രൈവറ്റ് അസറ്റ് ഓവർ പ്രൈവറ്റ് ലയബിലിറ്റീസ്, പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഓഫ് എനി അതർ അസറ്റ്സ്, ഡെഫിഷ്യൻസി ആസ് പെർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അടുത്ത ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിനകത്ത് എക്സസ് ഓഫ് ലയബിലിറ്റി ഓവർ അസറ്റ്, എക്സസ് ഓഫ് ലയബിലിറ്റി ഓവർ അസറ്റ്, നെറ്റ് ലോസ് അറൈസിങ് ഫ്രം ക്യാരിയിങ് ഓൺ ബിസിനസ് ആഫ്റ്റർ ഡിഡക്ഷൻ ഫ്രം പ്രോഫിറ്റ്, യൂഷ്വൽ ട്രേഡ് എക്സ്പെൻസസ്, ബാഡ് ഡെബ്റ്റ് ആസ് പെർ ലിസ്റ്റ് എഫ്, എക്സ്പെൻസസ് ഇൻക്ലൂഡ് സിൻസ് അതർ ദാൻ യൂഷ്വൽ ട്രേഡ് എക്സ്പെൻസസ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്, ഡ്രോയിങ്സ്, other losses, loss on realization of asset, loss through dishonor of discounted bills, speculation losses, loss through betting, excess of private liability over private asset, etc. എന്താ പറയുന്നത്, അതായത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ എക്സസ് ഓഫ് ലയബിലിറ്റി ഓവർ അസറ്റ്, എക്സസ് ഓഫ് ലയബിലിറ്റി ഓവർ അസറ്റ്, നെറ്റ് ലോസ് അറൈസിങ് ഫ്രം ക്യാരിയിങ് ഓൺ ബിസിനസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫ്രം ദ പ്രോഫിറ്റ്, യൂഷ്വലി ട്രേഡ് എക്സ്പെൻസസ്, ബാഡ് ഡെബ്റ്റ് ആസ് പെർ ലിസ്റ്റ് എഫ്. എഫ് പ്രകാരം നമ്മൾ ബാഡ് ഡെബ്റ്റിനകത്ത് ഗുഡ്, ഡൗട്ട്ഫുള്ള്, ബാഡ് എന്ന് പറഞ്ഞ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത്രയാണ് ഇതിനകത്ത് വരിക. അടുത്തത് എക്സ്പെൻസസ് ഇൻക്വേർഡ് സിൻസ് അതർ ദാൻ യൂഷ്വൽ ട്രേഡ് എക്സ്പെൻസസ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്, ഡ്രോയിങ്, അതർ ലോസസ്, loss on realization of asset, loss through dishonor of discounted bills. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന കേസസിൽ സ്പെക്കുലേഷൻ ലോസസ്, ലോസസ് ത്രൂ ബെറ്റിംഗ്, എക്സസ് ഓഫ് പ്രൈവറ്റ് ലയബിലിറ്റി ഓവർ പ്രൈവറ്റ് അസറ്റ്, എക്സസ് ഓഫ് പ്രൈവറ്റ് ലയബിലിറ്റീസ് ഓവർ പ്രൈവറ്റ് അസറ്റ്, എക്സെട്ര. അടുത്ത് ഫ്രം ദ എബോവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഡെബിറ്റ് സൈഡ് ഓഫ് ഡെഫിഷ്യൻസി അക്കൗണ്ട് shows capital account and credit side of deficiency account shows losses and drawings, and differences of two sides is a deficiency as shown in the statement of affairs account. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദി എബോവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഡെബിറ്റ് സൈഡ് ഓഫ് ഡെഫിഷ്യൻസി അക്കൗണ്ട് ഷോസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ഡെഫിഷ്യൻസി ഷോസ് ലോസസ് ആൻഡ് ഡ്രോയിങ്സ് ആൻഡ് അതർ ഡിഫറൻസ് ടു സൈഡ്സ് is a deficiency as shown in the statement of affairs account. ഓക്കെ, ഇതാണ് നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രകാരം മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഡെഫിഷ്യൻസി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എച്ച് പ്രകാരം. ക്ലിയർ? ഫൈനൽ ടോപ്പിക്കാണ് ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർഷിപ്പ്.
ഇൻസോൾവൻസി ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇൻസോൾവൻസി ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്നോട് ഉദ്ദേശിക്കുന്നത്? Insolvency of partnership firm differs from the insolvency of any individual or HUF, Hindu undivided family. അതായത് ഇൻസോൾവൻസി ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഡിഫർ ഫ്രം ഇൻസോൾവൻസി ഓഫ് എനി ഇൻഡിവിജ്വൽ ഓർ HUF. Asset of an individual are used to insolvency of partnership firm differ from insolvency of an individual or HUF. അപ്പോൾ HUFും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനും കമ്പയർ ചെയ്യുമ്പോൾ പാർട്ണർഷിപ്പിൻ്റെ ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, insolvency of partnership firm different from the insolvency of an individual or HUF. The assets of an individual are used to pay the business liabilities, but in the case of partnership firm, assets of partners are used to pay his personal liabilities first, and then balance, if any, may be utilized to pay the business debts. After paying the personal debts of partner, surplus asset will appear in the statement of affairs and will be shown as a property as per list E. അതായത് അസറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആർ യൂസ്ഡ് ടു പേ ദ ബിസിനസ് ലയബിലിറ്റീസ്. ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം, അസറ്റ് ഓഫ് പാർട്ണേഴ്സ് ആർ യൂസ്ഡ് ടു പേ ഹിസ് പേഴ്സണൽ ലയബിലിറ്റീസ്. അപ്പോൾ എന്താ പറയുക, ബട്ട് ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ അസറ്റ് ഓഫ് ദ പാർട്ണേഴ്സ് ആർ യൂസ്ഡ് ടു പേ ഹിസ് പേഴ്സണൽ ലയബിലിറ്റീസ് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ബാലൻസ്, ഇഫ് എനി, മേ ബി യൂട്ടിലൈസ്ഡ് ടു പേ ദ ബിസിനസ് ഡെപ്റ്റ്സ്. ബാലൻസ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിസിനസ് ഡെപ്റ്റ്സുകൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിസിനസ് എന്തെങ്കിലും ഡെപ്റ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേ ബി യൂട്ടിലൈസ്. ആഫ്റ്റർ പേയിങ് ദ പേഴ്സണൽ ഡെപ്റ്റ്സ് ഓഫ് ദ പാർട്ട്ണർ, എന്താണ് ഈ പാർട്ട്നേഴ്സിൻ്റെ ബാക്കി എല്ലാതും അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇഫ് എനി മേ ബി യൂട്ടിലൈസ്ഡ് ടു പേ ദ ബിസിനസ് ഡെപ്റ്റ്സ് ആഫ്റ്റർ പേയിങ് ദ പേഴ്സണൽ ഡെപ്റ്റ്സ് ഓഫ് ദ പാർട്ട്ണർ, സർപ്ലസ് അസറ്റ് വിൽ അപ്പിയർ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സർപ്ലസ് അസറ്റുകൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കാണിക്കുന്നു ആസ് എ പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ഇ എന്ന് പറഞ്ഞിട്ട്. പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ഇ എന്ന് പറഞ്ഞിട്ടാണത് കാണിക്കുന്നത്. ഓക്കെ, in case if personal asset of partner is in profession of any creditor as security, still such creditor will get its due first as unsecured creditor from the such firm, and then for the balance amount he may be sell the property and owned by him to recover his dues. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻസോൾവൻസി ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മെയിനായിട്ട് വരുന്നത്. ക്ലിയർ? Insolvency of partnership firm differ from insolvency of an individual or HUF, Hindu undivided family. The asset of an individual are used to pay the business liabilities, but in case of partnership firm, asset of partner are used to pay his personal liabilities first, and then balance, if any, may be utilized to pay the business debts after paying the personal debts of the debt of the partner. Surplus asset will appear in the statement of affairs and be shown on the property as per list E. In case if personal asset of partner is in possession of any creditor as security, still such creditor will get his dues first as unsecured creditors from the firm, and then for the balance amount he may sell the property owned by him to recover his dues. ഓക്കെ, അപ്പോൾ ഇൻസോൾവൻസി എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ പാപ്പരാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻസോൾവൻസി എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഇൻസോൾവൻസി സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് അതിനകത്ത് ശ്രദ്ധിക്കൂ. വാട്ട് ഡു യു മീൻ ബൈ ഇൻസോൾവൻസി ലോ? വാട്ട് ആർ ദ ഫുൾ സെക്യൂരിറ്റി ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി? ഡിസ്കസ് വേരിയസ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇൻസോൾവൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ആക്ട് ഓഫ് ഇൻസോൾവൻസി, ഓർഡർ ഓഫ് ഡിസ്ചാർജ്, എന്താണ് ഇൻട്രസ്റ്റ്, വോളണ്ടറി ട്രാൻസ്ഫർ എന്താണ്, ഇൻസോൾവൻസി ലോ എന്താണ്, ഇൻസോൾവൻസി അക്കൗണ്ട്സ് എന്താണ്, ഫുള്ളി സെക്യൂരിറ്റി ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി, പാർട്ട്ലി അൺസെക്യൂരിറ്റി ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി, അതിൽ തന്നെ പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് ഇ, പ്രോപ്പർട്ടി ആസ് പെർ ലിസ്റ്റ് എഫ്, അസറ്റ് ആസ് പെർ ലിസ്റ്റ് ജി, ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച്. Important points in preparation of statement of affairs, difference between balance sheet and statement of affairs,
ഓക്കെ. ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച്, ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഇത്രയും പഠിച്ചു അല്ലേ. ഇനി ഇതിൽ വരുന്ന വൺ മോർ ടോപ്പിക്ക് നമ്മൾ വിട്ടതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ആ ഒരു ടോപ്പിക്കും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്കും കൂടി ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു നമ്മുടെ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ഡിഫറൻസിൽ വരുന്നത്? ഒന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ദ വാല്യൂ ഓഫ് അസറ്റ് ഈസ് ഷോൺ ആസ് ബുക്സ് വാല്യൂ ആസ് വെൽ ആസ് releasable value in the statement of affairs. However, it is shown as only book value in case of balance sheet. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ദ വാല്യൂ ഓഫ് അസറ്റ് ഈസ് ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് വാല്യൂ ആസ് വെൽ ആസ് releasable value in the statement of affairs. However, it is shown as only book value in the case of balance sheet. രണ്ടാമത്തെയാണ് in the statement of affairs prepaid expenses and goodwill are not included. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഗുഡ് വിൽ ആർ നോട്ട് ഇൻക്ലൂഡഡ് വെൻ ഓൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതായത് വെൻ ഓൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ എല്ലാ ഫിക്റ്റീഷ്യസ് അസറ്റ്സുകളും ഉണ്ടായിരിക്കും. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേർ ബാലൻസ് ഷീറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓൾ സച്ച് ഐറ്റം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ക്യാപിറ്റൽ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്യാപിറ്റലോ ഡ്രോയിങ്സോ പ്രോഫിറ്റോ ലോസോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ വരുന്നില്ല. പക്ഷേ ബാലൻസ് ഷീറ്റിനകത്ത് എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ്. ദ ബാലൻസ് ഷീറ്റ് ഡസ് നോട്ട് ഷോ ദ എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി ആസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കുന്ന പോലെ എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി കാണിക്കുന്നില്ല ബാലൻസ് ഷീറ്റിൽ. ബാലൻസ് ഷീറ്റ് ഡസ് നോട്ട് ഷോ ദ എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി ആസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അടുത്തത് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരിയഡ്. അക്കൗണ്ടിങ് പീരിയഡിൻ്റെ എൻഡിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ വേറെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ഓർഡർ ഓഫ് അഡ്ജുഡിക്കേഷൻ ഈസ് പാസ്ഡ്. അഡ്ജുഡിക്കേഷൻ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓർഡർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ഈസ് പ്രിപ്പയർഡ് ആസ് പെർ ദ റൂൾസ് ഓഫ് ഇൻസോൾവൻസി ആക്ട്. ആസ് പെർ ദ റൂൾസ് ഓഫ് ഇൻസോൾവൻസി ആക്ട് പ്രകാരമാണ് എങ്കിൽ ബാലൻസ് ഷീറ്റ് റൊട്ടീൻ വർക്ക് ടു മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് റെക്കോർഡ്. വേറസ് ബാലൻസ് ഷീറ്റ് ഈസ് എ റൊട്ടീൻ വർക്ക് ടു മെയിൻറ്റെയിൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ്. ഓക്കെ. അടുത്ത ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം ഡസ് നോട്ട് ഇൻക്ലൂഡ് പേഴ്സണൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി. ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ പേഴ്സണൽ അസറ്റ് ലയബിലിറ്റീസുകളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇൻക്ലൂഡ് ദ സെയിം ആസ് ഡിസ്കസ്ഡ് അബോവ് ഇൻ ദിസ് ചാപ്റ്റർ. നമ്മൾ ബാക്കി നമ്മുടെ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനകത്ത് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇൻക്ലൂഡ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് വേർ ബാലൻസ് ഷീറ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റി ആർ ഷോൺ ആസ് എ ഫുട് നോട്ട് ഓൺലി. ബാലൻസ് ഷീറ്റിൽ കണ്ടിജൻറ്റ് ലയബിലിറ്റി ഫുട് നോട്ട് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇൻക്ലൂഡ് കണ്ടിജൻറ്റ് ലയബിലിറ്റി. ഓക്കെ. നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? യെസ്, വാല്യൂ ഓഫ് അസറ്റ് ഈസ് ഷോൺ ആസ് ബുക്ക് വാല്യൂ ആസ് വെൽ ആസ് റിയലൈസബിൾ വാല്യൂ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. However, it is shown as only book value as in the case of balance sheet. In the statement of affairs, prepaid expenses and goodwill are not included, where all fictitious assets is shown in the balance sheet. Statement of affairs does not include capital, drawing, profit or loss, interest on capital, where balance sheet includes all such items. Balance sheet does not show the amount of deficiency as shown in the statement of affairs. Balance sheet is prepared at the end of the accounting period, whereas statement of affairs is prepared on the date on which the order of adjudication is passed. Statement of affair is prepared as per the rule of Insolvency Act, whereas balance sheet is a routine work to maintain the accounting record. Balance sheet of a firm does not include personal asset and liability, whereas statement of affairs include the same as discussed above in this chapter. Statement of affairs include contingent liability, where in the balance sheet contingent liability shown on the footnote. Okay. പിന്നെ ഇതിനകത്ത് ഡെഫിഷ്യൻസി അക്കൗണ്ട് ലിസ്റ്റ് എച്ച് പ്രകാരം ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ടാമത്തെ ഇൻസോൾവൻസി എന്ന ചാപ്റ്ററിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ
ഏകദേശം നമ്മുടെ തീർന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.